ഈ വെള്ളിയാഴ്ചയുടെ ഈ പ്രഭാതത്തിലെ യേശുവിൻ്റെ അരികിൽ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നമുക്ക് ഓർക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തോട് നന്ദി പറയുക. കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് മാത്രമാണ് നമ്മളെ നിലനിർത്തുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ നടത്തുന്നത്. കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു ജയോത്സവമായി കൊണ്ടാടി. കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ മരണം, പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തികൾ ഈ ഓർമ്മയെ പുതുക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. യേശുവിൻ്റെ മരണത്തോടും പുനരുദ്ധാനത്തോടും പങ്കാളിത്തത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഓർമ്മയുടെ ആവശ്യമില്ല. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടേണ്ടവരാ. ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, ഇനി നടക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാലത്രേ. പാപിയായിരുന്ന എന്നോട് ദൈവം കരുണ കാണിച്ചു, അവൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയ, പഴയത് കഴിഞ്ഞുപോയി, അവൻ പുതുക്കം പ്രാപിച്ചവരായി ദിനം പ്രതി ആത്മാവിൻ്റെ ശക്തിയിൽ നടക്കുന്നവരായി, ആത്മാവിൻ്റെ നിറവിൽ നടക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ പകലിലും ദൈവത്തിൻ്റെ വചനപ്രകാരവും യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തെ നമ്മൾ ഓർക്കുമ്പോൾ കാൽവറി ക്രൂശിൽ ഒഴുകിയ രക്തം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. നമ്മുടെ സകല പാപങ്ങളെ മോചിപ്പിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് മഹത്വമേറിയ സാന്നിധ്യത്താൽ നമ്മളെ നിറയ്ക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിനെ കുറിച്ച് കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ മരണത്തെ അറിയുമ്പോൾ ഇത് തിരുവെഴുത്തിൽ മുന്നവേ എഴുതപ്പെട്ടതാണ്. തിരുവെഴുത്തിനകത്ത് യേശു കർത്താവിനെ കുറിച്ച് എന്തു പറഞ്ഞോ അതിൻ്റെ നിവൃത്തീകരണമാണ് യേശു ഈ ഭൂമി ചെയ്തത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കാൻ അത്ര ഞാൻ വന്നേക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് തിരുവെഴുത്തിൻ പ്രകാരം പ്രവാചകന്മാരും തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതിൻ്റെ നിവൃത്തീകരണമാണ് ഈ വെള്ളിയാഴ്ച യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. 3-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശുവിൻ്റെ മരണത്തെ നിങ്ങൾ കാണുന്നു. യേശുവിൻ്റെ മരണത്തിന് ഒന്നാമത്തെ കാരണം യേശു എന്തിലെഴുതുക? പ്രവാചകന്മാർ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതിനെ അതിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ മരണം. നിങ്ങൾ എപ്പോഴും ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് എടുത്തു പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? പാപത്തിൻ്റെ, യേശുവിനെ കുറിച്ച് യോഹന്നാൻ വിളിച്ചു പറയുന്നത് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഏതിൻ പ്രകാരമാണ് യോഹന്നാൻ പോലും വിളിച്ചു പറഞ്ഞത്? തിരുവെഴുത്തിൻ പ്രകാരമാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നു. അപ്പോൾ ഈ തിരുവെഴുത്തിൻ്റെ നിവൃത്തീകരണം. അപ്പോൾ ലൂക്കോസിൻ 4 വരുമ്പോൾ എടുക്കണ്ട, 4 വരെ 18 പറയും, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. ഇതിൻ്റെ എല്ലാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശു മടക്കി കൊടുക്കുമ്പോൾ തിരുവെഴുത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. അവിടെ മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ കൈകളിൽ നടത്തുന്നത്. അപ്പോൾ തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. 4-ാമത്തെ വാക്യം പറയുന്നു, തിരുവെഴുത്തുകളിൽ പ്രകാരം. കണ്ടോ? അപ്പോൾ തിരുവെഴുത്തിൻ പ്രകാരമാണ് യേശു ലോകത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തത്. തിരുവെഴുത്തിൻ പ്രകാരം യേശുവിൻ്റെ മരണം, തിരുവെഴുത്തിൻ പ്രകാരം യേശുവിൻ്റെ ഉയർപ്പും തിരുവെഴുത്തിൻ പ്രകാരം. തിരുവെഴുത്തിൽ വേദപുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ചരിത്രത്തിനകത്ത് ഇത് എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിൽ കൂടെ സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം, 18-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന് 18. യേശു കർത്താവ് പറയുന്നു,
നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ. ആ അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തിൻ പ്രകാരം, യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആര് വരുക? യെരൂശലേമിലേക്ക് യേശു വരുക. യേശു വന്ന വാക്കുകളെ ഇവിടെ പറഞ്ഞു വെച്ചത്. അവന് പറയുന്നു, യെരൂശലേമിലേക്ക് നമുക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ ശാസ്ത്രിമാർക്ക് ഏൽപ്പിക്കപ്പെടും, അവർ അവന് മരണശിക്ഷ കൽപ്പിക്കും, അപ്പൊ തിരുവെഴുത്തിനകത്ത് എന്തു പറഞ്ഞിട്ടുണ്ടോ അതിന്റെ നിവൃത്തീകരണം ആരിൽ നടക്കുക? യേശു കർത്താവിലേക്ക്. ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരും, അപ്പൊ നിങ്ങൾക്ക് അതിനെ മുഴുവനായി മനസ്സിലാവും. അപ്പൊ യേശു കർത്താവ് തിരുവെഴുത്തിനകത്ത് പറഞ്ഞതിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് ആര് കടന്നു വരുന്നു? യേശു കർത്താവ് ഏൽപ്പിച്ച മുഴുവൻ പീഡകൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 56 വരുമ്പോൾ അവൻ്റെ മുതുക് അടിച്ച് തകർക്കുന്നതിനെ കുറിച്ചും ഒക്കെ യേശു അനുഭവിച്ച പീഡകൾ മുഴുവൻ അനുഭവിക്കുവാൻ കാരണമായി തീരുന്നത് തിരുവെഴുത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കും പ്രകാരമാണ്. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനായി വരുന്നു. എന്തുകൊണ്ടാണ്? യേശു ലോകത്തിൻ്റെ പാപത്തെ ആര് വഹിച്ചു? യേശു വഹിച്ചു. 1 പത്രോസിലേക്ക് വന്നേ. 1 പത്രോസ് അതിന് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. നാം ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ചാ. കാൽവറി ക്രൂശിന്റെ മരണത്തെ നമ്മൾ തിരിച്ചറിയണം. നാം പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. അപ്പൊ പാപിയായിരിക്കുന്നവരും ആരുടെ മരണം നടന്നു? പാപിയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കത്തില്ല. ഇവിടെ പറയുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. അപ്പൊ ആർക്ക് വേണ്ടി? ഇവിടെയാ രക്ഷകനെ കാണേണ്ടത്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ കാണുമ്പോൾ യേശുവിൻ്റെ ഒരു ക്രൂശ് എടുത്തുകൊണ്ട് അമ്മ ചുറ്റും നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുരിശുമല കയറുന്നതോ ഒന്നുമല്ല. എന്ത് ബോധ്യം എനിക്ക് അകത്ത് വരണം? യേശു കർത്താവ് എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ക്രൂശിൽ കയറി എന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വരണം. അവിടെ പറയും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ പാപം യേശു ഏറ്റെടുത്തോണ്ട് ഇന്ന് ഞാൻ ആരല്ല, ഞാൻ പാപിയല്ല. എൻ്റെ പാപങ്ങളെ ആരേറ്റെടുത്തു? എൻ്റെ കർത്താവ് വഹിച്ചു. ഇവിടെ നിങ്ങളുടെ അകത്ത് ചിന്തിക്കേണ്ട യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുതൽ ആ സമയങ്ങളിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവൃത്തി തുടങ്ങുന്നത് നമ്മൾക്ക് വേണ്ടി. ഇതൊരു പ്രവൃത്തി തുടങ്ങുക. നമ്മൾക്ക് വേണ്ടി എന്ന് പറയുന്നതിൽ നല്ല എനിക്ക് വേണ്ടി എന്ന് വേണേൽ പറയാം. യേശു അടിയേൽക്കുന്നത് എനിക്ക് വേണ്ടി, മുൾക്കിരീടം ചൂടപ്പെട്ടത് എനിക്ക് വേണ്ടി, പാരമേറിയ ക്രൂശ് ചുമന്നത് എനിക്ക് വേണ്ടി, 3 ആണികളിൽ തൂങ്ങപ്പെട്ടത് എനിക്ക് വേണ്ടി. അങ്ങനെ ബോധ്യം വന്നാലേ എനിക്ക് രക്ഷകനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ രക്ഷകനിലേക്ക് വരിക. അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് പോയി. ആരുടെ പാപത്തിന് പരിഹാരമായി? എൻ്റെ പാപത്തിന് പരിഹാരമായി. 2 കൊരിന്ത്യരിലേക്ക് വന്നേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. വായിച്ചു. പാപം അറിയാത്തവനെ വായിച്ചു. പാപം. അപ്പൊ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്തില്ല? പാപം ചെയ്തിട്ടില്ല. യാതൊരു പാപമില്ലാത്തവനെ നോക്കിക്കേ. നാം ഇവിടെ പറയുന്നു പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്
എനിക്ക് വേണ്ടി യേശു പാപിയായി. അപ്പൊ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപത്തിന് പരിഹാരം ആരേറ്റെടുക്കുക? രക്ഷകൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. യേശു ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് പറയുന്നത് ഒറ്റ വാക്കിതാണ്, എൻ്റെ പാപത്തെ അവൻ വഹിച്ചു. ഇനി വരുവാനുള്ളവരുടെ പാപം കൂടെ ആര് വഹിച്ചു കഴിഞ്ഞു? യേശു വഹിച്ചു. ഇവിടെ പറയുന്നു, പാപം അറിയാത്തവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ആകേണ്ടതിന്, ദൈവത്തിൻ്റെ ഇഷ്ടം ആകേണ്ടതിന് ആരെ ഏൽപ്പിച്ചു കൊടുക്കുക? തൻ്റെ പുത്രനെ. നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി, യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഏറ്റവും കൂടുതൽ യേശുവിനെ മുൻനിർത്തണമല്ലോ, ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതിനും ഏറ്റവും കൂടുതൽ പറയുവാനുള്ളതും എല്ലാത്തിൻ്റെ കാരണം എനിക്കൊരു രക്ഷകനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ആരുണ്ടെങ്കിലും അവർ സഹായിക്കുന്നവരാ, പക്ഷെങ്കിൽ രക്ഷകൻ ഒരുവനേ ഉള്ളൂ, ലോകത്തിൻ്റെ രക്ഷകൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാകിയ സ്തോത്രം ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിനായിരിക്കും. അപ്പോൾ ഈ പീഡ മുഴുവൻ ആരേക്കുമായിരുന്നു? ആരേക്കേണ്ടത്? ഞാൻ ഏൽക്കേണ്ട പാപം ആരുടെ മേൽ ദൈവം ചുമത്തി? തൻ്റെ പുത്രന്റെ മേൽ ചുമത്തി. അത് ബൈബിൾ പറയുന്നു, പാപം അറിയാത്തവനെ അവൻ പാപമാ ദൈവത്തിന് നീതി നടപ്പാക്കുവാൻ അവനെ പാപിയാക്കി മാറ്റി. കാൽവറി ക്രൂശിനകത്തെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. ഗബദായുടെ കൽത്തളം മുതൽ അടിച്ച് തകർക്കപ്പെട്ടവനായി, മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കോലുകൊണ്ട് അടിയേറ്റവനായി, മുഖത്ത് തുപ്പലുകളേറ്റവനായി, സകല നിന്ദകളും എൻ്റെ കർത്താവ് ഏറ്റു. എന്തിനു വേണ്ടി? എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവിന് കൊടുക്കാനുള്ള സ്ഥാനം മറ്റാർക്കും കൊടുക്കല്ല്. മറ്റാർക്കും യേശുവിന് കൊടുക്കാനുള്ള സ്ഥാനം ഇന്ന് ഏതെല്ലാം വേഷത്തിലും ഏതെല്ലാം നിൽക്കുന്നവരും അവർക്ക് കൊടുക്കല്ല്. ഒറ്റ ഒരുവനേ ഉള്ളൂ, എനിക്ക് വേണ്ടി പാപത്തിന് പരിഹാരകനായി കാൽവറി ക്രൂശിൽ മരിച്ച യേശു മാത്രമേ എനിക്ക് മധ്യസ്ഥനായി ഉണ്ടാകാവുള്ളൂ. ഈ ഭൂമി 100 പേരെ മധ്യസ്ഥന്മാരെ പിടിക്കുന്നുണ്ട്, ഓർത്തോണം. ഇതിൻ്റെ കണക്ക് നിബോധിപ്പിക്കേണ്ടവരും ഒരുവൻ മാത്രം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പാവിയായിരുന്ന എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു തന്നെത്താൻ എനിക്ക് വേണ്ടി അവൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞു. അവൻ എനിക്ക് വേണ്ടി നിന്ന ഏറ്റവനാ, അവൻ എനിക്ക് വേണ്ടി പരിഹാസം ഏറ്റവനാ. ഏറ്റവും വലിയ ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, നാലും കൂടുന്ന കവല പോലിരിക്കുന്ന ഒരു കവലയിൽ പൂർണ്ണ നഗ്നനായി എൻ്റെ കർത്താവിനെ കാൽവറി ക്രൂശ് തൂങ്ങപ്പെടുമ്പോൾ ഇന്ന് പകലിൽ അറിയണം, അവൻ നഗ്നനായി. 33.5 വയസ്സ് മാത്രമുള്ള ആരോഗ്യ ദൃഢഗാത്രനായി 10,000ങ്ങളിൽ സുന്ദരനായവനെ കാണാൻ കോമളത്വം പോലും ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ തല്ലി തകർത്ത് ക്രൂശിൽ അവനെ തൂങ്ങപ്പെടുമ്പോ ഇന്ന് പകൽ ഞാൻ ഏൽക്കേണ്ട മുഴുവൻ ശിക്ഷകളും എൻ്റെ കർത്താവ് അവിടെ വഹിച്ചെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, എനിക്ക് അവനെ ലോകത്ത് വിളിച്ചു പറയാൻ ലജ്ജയില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ വിളിച്ചു പറയുക, ഈ കറുത്ത ബൈബിളുമായി ഒരു പൊതിച്ചില് പോലുമില്ലാതെ ഈ കറുത്ത ബൈബിളുമായി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് ഭയമില്ല. കാരണം എന്നറിയോ, എന്നെ വീണ്ടെടുത്ത ഒരു രക്ഷകനെ പറയുക, എനിക്ക് ഭയമില്ല. എനിക്ക് ഭയമില്ല. എനിക്കൊരുവനെ ഉള്ളൂ, എനിക്കൊരുവനെ പറയുവാനുള്ളൂ. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്നെ വീണ്ടെടുത്ത ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരാല എനിക്ക് സൗഖ്യം വന്നത്. അവൻ എന്നെ വീണ്ടെടുത്തതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്ക് ഇവിടെ പറയുക, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട്, ഇവിടെയെല്ലാം നിങ്ങളുടെ അകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വരയ്ക്കേണ്ട തിരുവെഴുത്ത്. യേശു ചെയ്ത മുഴുവൻ പ്രവൃത്തി യേശുവിൻ്റെ മനസ്സിൽ ചെയ്തതല്ല, യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, പിതാവിൻ്റെ ഹിതപ്രകാരം. അതുകൊണ്ടാണ് ഗത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കപ്പെടുന്നതിന് മുമ്പ്
യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. ഉടനെ പറയുക, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ അങ്ങയുടെ ഇഷ്ടം നടക്കുക. കാരണം തിരുവെഴുത്തിനകത്ത് യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടു. യേശു തിരുവെഴുത്തിൻ പ്രകാരം ഇവിടെ പറയുന്നു, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 29 വാക്യം. പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിരുന്നു. ഈസോപ്പ് തന്റെ മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു നിവൃത്തീകരിച്ചു. ഇന്ന് പകലിൽ നമ്മൾ അറിയണം, യേശു നിവൃത്തീകരിച്ചു, ഇനി ഒരു നിവൃത്തീകരണമില്ല. അതുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കതില്ല. യേശു കാൽവറി ക്രൂശിൽ നിവർത്തിച്ചു. ഇനിയും ഒരു അടക്ക ശുശ്രൂഷയില്ല, ഇനി ഒരു പദ്ധതിയില്ല. യേശു എനിക്ക് വേണ്ടി മുഴുവനായി തകർക്കപ്പെട്ടു. ഇന്ന് യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വരുമ്പോഴാണ് ഞാൻ അതിനെ തിരിച്ചറിയുന്നത്. അതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോവുക. എബ്രാഹിം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എബ്രാഹിം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്കിതാണ്. അപ്പോൾ യേശു കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ വഹിച്ചു. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം യേശു തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാനിരുന്നു. ഇനിയും അതുകൊണ്ട് വായിക്കുന്നു, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക്, അപ്പൊ യേശു കർത്താവ് നോക്കി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും അവൻ ദൈവകാര്യത്തിൽ വിശ്വസ്തനും മഹാപുരോഹിതനുമാകേണ്ടതിന് അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ. അപ്പൊ ഇവിടെ നോക്കിക്കോണേ, യേശു കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ എവിടെ വെച്ച് വഹിച്ചു? ഭൂമിയിൽ വെച്ച് വഹിച്ചു. വഹിച്ചതിന് ശേഷം പിതാവിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ചെന്നിരുന്നു. ഇന്നൊരുവൻ പാപത്തിൽ നടക്കുന്നുവെങ്കിൽ അവൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി അവന് വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തു ഒരു യാഗം ഇവിടെ നടത്തി. ആ യാഗത്തിൻ പ്രകാരം ഇനി മാനവരാശി യേശുവിലേക്ക് വരുമ്പോൾ അവരുടെ പാപങ്ങൾ ആരാൽ മോചിക്കപ്പെടുന്നു? യേശു ക്രിസ്തുവിനാൽ മോചിപ്പിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായം എടുത്തേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ ദൈവപുത്രനായ യേശു ഇവിടെ പറയുന്ന വാക്ക്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം. എന്നിട്ട് അവൻ പറയുന്നു, മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര യേശു. യേശു അവൻ പാപമില്ലാത്തവൻ. ആർക്ക് വേണ്ടി പാപിയായി തീർന്നു? നമുക്ക് വേണ്ടി പാപിയായി തീർന്നു. സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് ആരനുതാപം കാണിക്കും? യേശു കർത്താവ് നമ്മൾ അനുഭവം 16-ാമത്തെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും
അതുകൊണ്ട് പറയുക, അതുകൊണ്ട് കരുണ ലഭിപ്പ. ഇന്ന് നിങ്ങൾ ഏത് പ്രതിസന്ധിക്കകത്തൂടെ പോയാലും, ഏത് കണ്ണുനീരിൽ കൂടെ പോയാലും, ഏത് പാപത്തിന്റെ വഴികളിൽ കൂടെ നിന്നാലും നിങ്ങൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലാം. കാരണം എന്നാണെന്നറിയാവോ? പാപത്തിന്റെ പരിഹാരകനായി കാൽവറി ക്രൂശിൽ മരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുവശത്തിരിക്കുന്ന ഒരു പുത്രൻ തമ്പുരാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. ദാവീദ് പുത്രരോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞവന്റെ ആമി പ്രാർത്ഥന കേട്ട ദൈവം ഇവിടെ പറയുന്നു, കരുണ ലഭിപ്പാനും തത്സമയ സഹായത്തിനുമുള്ള കൃപ പ്രാപിപ്പാനുമായി. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ആരരികിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ അകത്തറിയണം. നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും, ഏത് പ്രതികൂലമുണ്ടെങ്കിലും ധൈര്യത്തോടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. കാരണം നിങ്ങൾക്ക് മധ്യസ്ഥനായി ഒരു നല്ല കർത്താവ് ക്രൂശിലുണ്ട്. ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുവശത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയണം, യേശു കർത്താവ് എന്നെ വീണ്ടെടുത്തതാ. ഹല്ലേലൂയ. അകത്ത് പൂർണ്ണമായൊരു ബോധ്യം വേണം. ആമീൻ. നീ പറഞ്ഞുകൊണ്ട് നടക്കില്ല ഞാൻ പാപിയായ ഒരു മനുഷ്യനാന്ന് നീ പറഞ്ഞുകൊണ്ട് നടക്കില്ല. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തകർക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ എന്നെ വീണ്ടെടുത്തതാണെന്നോ. ഇന്ന് പകൽ എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, ആമീൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് ആമീൻ ഭൂമിയിലായിരിക്കുമ്പോൾ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന വാക്യതായിരുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പിതാവിനെ പുത്രൻ മഹത്വപ്പെടുത്തിയത് ഏതിൽ കൂടെ? പുത്രനെ ഏൽപ്പിച്ചതിനെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവിടെ നോക്കിയേ, പിതാവ് ക്രിസ്തുവിന്റെ മേൽ ഏൽപ്പിച്ചത്, ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ടത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞെങ്കിലും ഇവിടെ യേശു പറയുക, ഞാൻ ഭൂമി നിന്നെ മഹത്വപ്പെടുത്തുന്നു. യേശു മഹത്വപ്പെടുത്തിയത് ഏതിൽ കൂടിയാ? എൻ്റെ പാപത്തെ എൻ്റെ യേശു ഏറ്റെടുത്തു. പിതാവിൻ്റെ മുൻപിൽ പുത്രൻ തൻ്റെ വിശ്വസ്തത കാണിക്കുന്നു. ഇവിടെ പറയുന്നു, ഞാൻ ഭൂമി നിന്നെ മഹത്വപ്പെടുത്തി എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ചത് പിതാവ് എന്നെ ഏൽപ്പിച്ചത് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കാനായിരുന്നു. അത് ഞാൻ തികച്ചിരിക്കുന്നു. ആമീൻ. ദൈവം ഏൽപ്പിച്ചത്, പിതാവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. ഞാനിന്ന് വീണ്ടെടുക്കാൻ കാരണം, ഞാനിന്ന് രക്ഷയിലേക്ക് വരാൻ കാരണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ കാരണം എനിക്ക് വേണ്ടി ഒരുവൻ പാപം വഹിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ കരുണ എന്നോട് കാണിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം. ഹല്ലേലൂയ. യേശു ഈ ഭൂമി വെച്ച് പ്രവൃത്തി തികച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ടാണ്. യേശു എനിക്ക് വേണ്ടി ഇന്ന് അനുഭവിക്കുന്ന നന്മ അനുഭവിക്കുമ്പോൾ, നിന്റെ തലമുറയുടെ അനുഗ്രഹം കാണുമ്പോൾ, നിന്റെ ഭവനത്തിൻ്റെ വിടുതൽ കാണുമ്പോൾ പിശാച് നിന്നെ തൊടാതിരിക്കുന്നതിന് കാരണം യേശു കാൽവറി ക്രൂശിൽ രക്തമൊഴുക്കിയത് കൊണ്ടാണെന്നുള്ള ബോധ്യം നിന്റെ മേൽ അകത്ത് വരണം. പിതാക്കന്മാരുടെ ശാപം നിന്റെ ഭവനത്തിൽ ഏൽക്കാതിരിക്കുന്നത്, ആ പിതാക്കന്മാരുടെ അകൃത്യം നിന്റെ മേൽ ഏൽക്കാതിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രം നിന്റെ ഭവനത്തിൽ ഏൽക്കാതിരിക്കുന്നത്, നിന്നെ പല പ്രാവശ്യം തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ചിട്ടോ നിനക്കൊരനർത്ഥയും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതിരിക്കുന്നത് യേശുവിന്റെ രക്തം വില കൊടുത്ത് മേടിച്ചത് കൊണ്ടാണ്. ഇന്ന് പകലിൽ അറിയണം, ഞാൻ തകർന്നു പോകേണ്ടവനായിരുന്നു, ഞാൻ ഉടഞ്ഞു പോകേണ്ടവനായിരുന്നു. മന്ത്രവാദിയുടെ ശക്തിയും ആ വിചാരക്കാരുടെ ശക്തിയും ഭവനത്തിൽ വെളിപ്പെടാതിരിക്കുന്നത് കാൽവറി ക്രൂശിൽ ആ പുണ്യ രക്തത്താൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ടോ. ഇന്ന് പകലിൽ അറിയണം, യേശുവിന്റെ രക്തം ആമേ സകല പാപങ്ങളെ മോചിപ്പിക്കുക. ആ രക്ത കോട്ടയ്ക്കുള്ളിൽ അവൻ എന്നെ കാത്തത് കൊണ്ടാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ അറിയണം, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ അല്ല, അവൻ്റെ കരുണ ഒന്ന് മാത്രമാ, അവൻ്റെ കൃപ ഒന്ന് മാത്രമാ. ഇന്ന് പകലിൽ അറിയണം, ആ രക്ത ചീന്തിയത് കൊണ്ട് ഇന്ന് ഞാൻ രോഗിയായിരിക്കേണ്ട ഞാൻ ഇന്ന് സൗഖ്യത്തോടെ ജീവിക്കുന്നത്. യേശു എൻ്റെ പാപങ്ങൾ മോചിച്ചത് കൊണ്ട് ആ രക്തം
ആ രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ മുൻപിൽ അത്രേ ഇന്ന് പകലിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, അനേക ശാപങ്ങൾ ഭരിക്കാമായിരുന്നു, അനേക ശാപങ്ങൾ ഭവനത്തെ തൊടാമായിരുന്നു. പിശാച് നിന്നെ പല പ്രാവശ്യം തകർക്കാൻ ചോദിച്ചതാ. പക്ഷെ യേശു കർത്താവ് എനിക്ക് വേണ്ടി നിന്നത് കൊണ്ട് ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അവൻ എന്നെ കരുതിയൊന്നുള്ളൂ, അവൻ എന്നെ നിർത്തിയത് കൊണ്ടുമാ. ഹല്ലേലൂയ. കാൽവറി ക്രൂശിലെ മരണത്തെ കാണുമ്പോൾ, യേശു തകർക്കപ്പെട്ടതിനെ കാണുമ്പോൾ ഇന്ന് പകൽക്കാലം പറയണം, ഇന്ന് അനുഭവിക്കുന്ന നന്മയും ഇന്ന് അനുഭവിക്കുന്ന സന്തോഷവും എൻ്റെ കർത്താവ് എനിക്ക് ദാനമായി തന്നതാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിൽ ഉറയ്ക്കണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആമേ ആ തകർത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാമത്തെ വാക്യം പറയുക. ആമേ ഇവിടെ പറയുന്ന വാക്ക് നോക്കി, എബ്രായ ലേഖനം 10:10. ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, യേശു ക്രിസ്തു ഒരിക്കലായി. അപ്പൊ ഇനി ഒരു മരണത്തെക്കുറിച്ചും ഒരു ക്രൂശ് ചുമക്കേണ്ടതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ആര് ഒരിക്കൽ ചെയ്തു? യേശു കർത്താവ്. ആ ഇഷ്ടത്താൽ, ദൈവത്തിന്റെ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 11-ാമത്തെ വാക്യം, ഏതു പുരോഹിതനും ആ പുരോഹിതന്മാർ നിരമ്പതി ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പറയുക, കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. 12, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഇവിടെ ഒരു യാഗം നടത്തി. യേശു എന്നാ യാഗം നടത്തിയേ? ലോകത്തിൻ്റെ പാപത്തെ യേശു വഹിച്ചു. ആ യാഗത്തിന് ശേഷം ആരരികെ ചെന്നു? പിതാവിൻ്റെ വലത്തുവശത്ത്. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും. അപ്പൊ അവൻ അരികിൽ ചെന്ന് പാപങ്ങളെ ഏറ്റുപറയുന്നവർ, അതിനെ മുടിയമ്പുത്രനെ കാണിക്കുന്നത്. മുടിയമ്പുത്തൻ പിതാവിൻ്റെ അരികിൽ നിന്ന് മാറിപ്പോയി, താൻ ബോധിച്ച വഴിയൂടെ പോയി. എന്നാൽ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ, നഗരവും നഷ്ടപ്പെട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ, അവൻ പിതാവിൻ്റെ ഭവനത്തെ ഓർത്തു, അവൻ ദൈവത്തെ ഓർത്തോ മടങ്ങി വന്നു. അപ്പോൾ പറഞ്ഞപ്പാ, അങ്ങയോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്ത് മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ അവനെ ചേർത്ത് പിടിച്ച പോലെ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്നവൻ. അതിന്റെ 17-ാമത്തെ വാക്യം, അവരുടെ പാപങ്ങളെയും നിങ്ങൾ ചെയ്ത പാപങ്ങളെയും നിങ്ങൾ ചെയ്ത അകൃത്യങ്ങളെയും ഇനി ഞാൻ ഒരിക്കലും ഓർക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ അകത്ത് തോന്നുന്നുണ്ടോ, അയ്യോ പണ്ട് ചെയ്തു പോയ പാപങ്ങൾ, ചില പാപങ്ങളെ കൊണ്ടാണോ ഇനി എൻ്റെ പ്രാർത്ഥന ഫലിക്കാതിരിക്കുന്നത്? ഞാൻ ചെയ്തു കൂട്ടിയ ചില അകൃത്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിൻ്റെ രക്തം നിനക്കുണ്ട്. ആമേ, പാപത്തെ കടക്കിടാത്ത ഒരു രക്തം നിനക്ക് വേണ്ടി ചിന്തി. ആമേ, ഇവിടെ പറയുന്നു, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കത്തില്ല എന്ന് യേശു പറയുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനായി കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചു. ഇന്ന് പിശാച് പറയുക,
നീ പാപിയാണെന്ന് പറഞ്ഞാൽ യേശു ഒന്നേ പറയത്തുള്ളൂ, അവൻ പാപിയല്ല, എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചതാ. ഇന്ന് പകൽക്കാലം അറിയണം, ഇന്ന് നിങ്ങളുടെ അകത്തറിഞ്ഞോണം, ആമേൻ, നിനക്ക് കണക്കിടുവാൻ ഒരുവനുമില്ല, ഒരുവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടതാ. യേശുവിൻ്റെ രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് മേടിച്ചതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുകിൽ ചെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പാ എന്ന് വിളിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ അകത്തറിഞ്ഞു, നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകലിൽ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാൽവറിയിലെ ക്രൂശിലെ മരണം എനിക്ക് വേണ്ടി ആയിരുന്നെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര്? ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തെ ചിന്തയ്ക്കകത്തോട് അറിയണം, അകത്ത് വ്യക്തമായി നിങ്ങളുടെ അകത്തറിയണം, എനിക്ക് വേണ്ടി ഒരു രക്ഷകനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ സ്തുതിക്കുമ്പോൾ, ഇന്ന് പലരും നിങ്ങളോടൊന്ന് പറയും, ആമി ചില മന്ത്രവാദികളുടെ പോരുകൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, ഇരുട്ടിൻ്റെ അധികാരങ്ങളുണ്ട്. എൻ്റെ പൊന്നെ, വിശ്വസിക്കരുത്. യേശു ഇതെല്ലാം വഹിച്ചതാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനുഷ്യൻ നിന്നെ തെറ്റിക്കുന്നതിനകത്തല്ല നിൽക്കേണ്ടത്. മനുഷ്യൻ നിന്നെ ഒരു ശാപവും നിന്റെ മേൽ വലിക്കത്തില്ല, ഒരു ശാപവും നിന്റെ മേൽ വലിക്കത്തില്ല. കാരണം എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ സ്വർഗത്തിലുണ്ട്. എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ സ്വർഗത്തിലുണ്ട്. എൻ്റെ ചരിത്രത്തെ മാറ്റുന്ന രക്ഷകൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഇന്ന് എത്ര പേരിനകത്ത് അത് വിശ്വാസത്തോടെ വിളിച്ചു പറയും, എൻ്റെ കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അകത്ത് വ്യക്തത, നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പിക്ചർ നിങ്ങളുടെ അകത്ത് വരണം. യഥാർത്ഥ ദൈവപുത്രനെ അകത്ത് വെളിപ്പെടണം. ആ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നിന്നെ കുരുക്കുന്ന കുരുക്കിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. മനുഷ്യൻ നിന്നെ കുരുക്കും, പല കാര്യങ്ങളിൽ കുരുക്കിക്കളയും. പക്ഷേ ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഈ തന്ത്രത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു രക്ഷകനെ യഥാർത്ഥത്തിൽ കാണണം, യഥാർത്ഥത്തിൽ അവനെ രുചിച്ചറിയണം. യഥാർത്ഥത്തിൽ തിരുവെഴുത്തി പറഞ്ഞിരിക്കും പ്രകാരമാണെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു, മന്ത്രവാദി അവിടെ മന്ത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ, അവൻ്റെ പണം ചെലവാകത്തേ ഉള്ളൂ. ഒരു മന്ത്രവാദിയുടെയോ ഒരു ആഭിചാരക്കാരൻ്റെ ഒരു ശക്തി നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലോ വരത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ കൃപയും ദൈവപുത്രൻ്റെ സാന്നിധ്യവും എന്താണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? റോമാലേഖനം എടുത്ത് 1-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാമത്തെ 18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ, കണ്ടോ, 1-ാം അധ്യായം അതിൻ്റെ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഇവിടെ അറിയണം, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുക്കാതെ തിരിഞ്ഞ് നടക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചോണം, കൊടുക്കാനുള്ള മഹത്വമൊക്കെ കൊടുത്ത് കർത്താവിൻ്റെ കൂടെ നിന്നോണം. ഈ നിപ്പിനാ ദൈവം ഒരു അനുഗ്രഹം വെച്ചിരിക്കുന്നേ. വ്യക്തമായി നമുക്കറിയാം. അറിയാമെങ്കിലും അവനെ അനുഗമിക്കാതെ ഈ കാണുന്ന കല്ലിൻ്റെയും മണ്ണിൻ്റെയും പുറയിൽ പോകുമ്പോൾ ഓർത്തു വയ്ക്കണം, ശാപത്തിൻ്റെ വഴികളിലേക്ക് പോകപ്പെടും. അതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അതിൽ നിന്ന് തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന്? ബോധ്യമാകുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു സകലവും എന്ത് ചെയ്തു? നിവർത്തിച്ചു. സകലതും. അപ്പോൾ എൻ്റെ പാപങ്ങളെ മോചിച്ചോ? ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ വിച്ഛേദിക്കപ്പെട്ടിരുന്ന എൻ്റെ പാപമാണെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ടുള്ള അകൽച്ച എനിക്കുണ്ടായ പാപമാണെങ്കിൽ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നതിൻ്റെ കാരണം പാപമായിരുന്നെങ്കിൽ, എൻ്റെ കർത്താവ് അതിനെ മാറ്റുമ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കുക.
നിങ്ങളുടെ അകത്തത് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ യേശു സകലവും നിവർത്തിച്ചതിന് ശേഷം അവൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനിയും ഒരു യാഗം അവശേഷിക്കുന്നില്ല. ഇനിയും ഒരു യാഗവും അവശേഷിക്കുന്നില്ല. ഒന്ന് മാത്രം, അവനിൽ വിശ്വസിക്കുന്നവർ. എങ്ങനെ അവനിൽ വിശ്വസിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നേ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇവിടം വരെ നിങ്ങൾ കൊണ്ടുവരുമ്പോഴത്തോളം യേശു ക്രിസ്തു ആരുടെ പാപത്തെ വഹിച്ചു? നമ്മുടെ പാപത്തെ വഹിച്ചു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. ഇപ്പം നമ്മൾ ആരാ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയ, പഴയത് കഴിഞ്ഞുപോയി. പഴയതിനെ ഇനി നിങ്ങൾ നോക്കുക പോലും വേണ്ട, പഴയത് കഴിഞ്ഞു. ഇപ്പം ആരിലേക്ക് വന്നു? ഈ വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നിങ്ങൾ അറിയണം, നിങ്ങളുടെ പാപത്തിന് പരിഹാരകനായ ആര് കാൽവരി ക്രൂശിൽ മരിച്ചു? യേശു മരിച്ചു. ഇനി ചകഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പഴയതിനെ ചോദിച്ചു. പണ്ടേ അങ്ങനെ നിൻ്റെ അപ്പൻ്റെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ, അതാ ഇതൊന്നുമല്ല. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ എന്നായി? പുതിയ സൃഷ്ടിയാ. പഴയതെന്ത് ചെയ്തു? അയ്യോ, പണ്ട് ചെയ്തതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ആരിലേക്ക് വന്നു? ക്രിസ്തുവിലേക്ക് വന്നു. ഇനിയും വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൊലോസ്യ ലേഖനം പറയുന്നത് യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും. അപ്പൊ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ എന്നാ ഉണ്ട്? സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും, ദൈവം എന്താണോ അതെല്ലാം ക്രിസ്തുവിലായി. ആമീൻ. ദേഹരൂപമായി വസിക്കുന്നത്. എന്നിട്ട് പറയുക, 10-ാമത്തെ വാക്യം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. ഒന്നുകൂടെ വാഴ്ച. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അവനിൽ നിന്നുള്ള ക്രിസ്തുവിൽ നിന്ന് വേണം മാറ്റിക്കോണം. ഇവിടെ പറയുന്നത് എല്ലാ വാഴ്ചയ്ക്കും. ഇവിടെയാണ് നിങ്ങളുടെ അറിയേണ്ടത്. ചില രൂപ എന്ന് പറയും, നിന്റെ പിതാക്കന്മാർ അകൃത്യം ആരുടെ മേലുണ്ട്? അവൻ്റെ തലമുറ അത് അനുഭവിക്കാൻ പോകത്തില്ല. ഇവിടെ യേശു പറയുന്ന വാക്കാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിൻ്റെയും തല ആരായി? യേശുവായി. എന്നിട്ട് പറയാം, അവനിൽ, യേശുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ അകത്ത് അറിയേണ്ട ഒരു കാര്യം പറയാം. നിങ്ങളെ പലരും മുതലെടുക്കുന്നൊരു ഭാഗമാണ് ഈ സബ്ജക്റ്റ്. ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് കിടക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? യേശു ഇന്ന് നിങ്ങളുടെ അകത്ത് വന്നിട്ടില്ല. മന്ത്രവാദിയെ ഭയപ്പെടുക, പക്ഷെ യേശുവിനെ പേടിയില്ല. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാ നിങ്ങളുടെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. യേശുവിൽ ഞാൻ പരിപൂർണനാണെന്ന് എൻ്റെ അകത്തൊരു ബോധ്യം വേണം. ദൈവം എന്നെ വിളിച്ചതാണെന്നും ദൈവത്തിൻ്റെ ആ മഹത്വം എൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ്റെ അഭിഷേകം എൻ്റെ ഉണ്ടെന്നും അകത്ത് പിടികിട്ടിയപ്പോൾ ഇച്ചിരേം പോകുന്ന ഒരു കല്ലെടുത്തുകൊണ്ട്, ഉരുളങ്കല്ലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ സഞ്ചിക്കകത്ത് വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. ദാവീദ് സൈന്യം പരാജയപ്പെടുത്തരുത്, ദാവീദ് ജയമെടുക്കാൻ കാരണം ദൈവം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഗോലിയാത്തിനെ നിശബ്ദം കൊണ്ട് അവൻ എറിഞ്ഞ് താഴെയിടുവാൻ കാരണമായി തീർന്നതിൻ്റെ കാരണം എൻ്റെ കൂടെ ഉള്ളവൻ ആരാ? അതാ യോഹന്നാൻ വിളിച്ചു പറയാൻ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്തുണ്ട്.
അവൻ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചതാ. ഇന്ന് ഞാൻ അടിമ നുകത്തിന്റെ കീഴിലായി പോകല്ലേ. നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ഉയർച്ചകളെ തടഞ്ഞു കളയുന്ന പിശാചിന് നമ്മുടെ തലയെ വെച്ചു കൊടുക്കുന്നത്, പിശാചിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കല്ലേ. ആരിൽ നമ്മൾ ആരില്ല എന്നുള്ള ബോധ്യം വേണം. നമ്മൾ യേശു ക്രിസ്തുവില. ഒരു ബാധയെ അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ബാധയെ അടുക്കത്തില്ല. അത് തിരുവഴുത്തി പറഞ്ഞു വെച്ചിരിക്കുന്നതാണെങ്കിൽ അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇവിടെ പറഞ്ഞ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. 11-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. കണ്ടോ, നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. പിന്നെ ഏത് ശരീരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ആരുടെ ആത്മാവിനാലാ? ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. എങ്ങനെ ലഭിച്ചു? 12-ാമത്തെ വാക്യം, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും നിങ്ങൾ ഇപ്പോൾ ആരിലേക്ക് വന്നു? ആരുടെ ആത്മാവിലേക്ക് വന്നു? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ ഞാൻ ജയോത്സവം കൊണ്ടാടുന്നു വരികിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ഒരു യേശുവുണ്ട്. ആ യേശു ക്രിസ്തു മുഖാന്തരം ഇവിടെ പറയുക, ആ യേശുവിനെ കുറിച്ച് പറയുക. ഈ 11-ാമത്തെ വാക്യം പറഞ്ഞ വാക്കുണ്ടോ? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് സ്നാനത്തിൽ അവനോടുകൂടെ, യേശുവിനോടുകൂടെ, യേശുവിന്റെ മരണത്തോടുകൂടെ ഞാൻ അടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ആരുടെ മേലുണ്ടെന്ന് ബോധ്യം വരണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തുമെന്ന് വിശ്വസിച്ചാൽ, ദൈവശക്തി എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരത്തില്ല. നിനക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ. ആമേൻ. നിന്റെ അകത്തെ ചിന്തയ്ക്കകത്തൊരു വ്യത്യാസം വരണം. ഇതാരാണ്ട് ചെയ്തു വിട്ടതാ, ഇതാരാണ്ട ശക്തിയാന്ന് അകത്ത് തോന്നല്ലേ. എന്നതാണെന്നറിയോ? ഞാൻ യേശുവിനോടുകൂടി മരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ പോയി സ്നാനപ്പെടണം. അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ പോയി സ്നാനപ്പെടണം. അഭിഷേകത്തെ പ്രാപിക്കുകയും ചെയ്യണം. എന്നാലേ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ 2 മാർഗങ്ങളുണ്ട്. യേശു പറഞ്ഞ എൻ്റെ നാമം പലരും വരും. എന്തിനു വരുന്നേ? നിങ്ങളെ തെറ്റിക്കാൻ. യേശു ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ രക്തം അതെനിക്ക് വേണ്ടിയായിരുന്നെന്ന് ബോധ്യം വന്നാൽ കർത്താവിനെ സ്തോത്രം ചെയ്തോണം. ഇതകത്ത് പിടികിട്ടാത്തിടത്തോളം കാലം, ദൈവത്തിൻ്റെ ശക്തി എന്നാന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം, ദൈവത്തിൻ്റെ കൃപ എന്നാന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ എന്തോ പ്രശ്നത്തിനകത്താ, നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. അതിൽ ഒത്തിരി കാര്യങ്ങൾ വേണം. ഒന്നുമില്ല. എൻ്റെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ്. ഞാൻ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അകത്തുന്നത് പാപമാണെങ്കിൽ അഭിഷേകത്തിൻ്റെ നിറവിനകത്തേക്ക് വരണം. ഇവിടെ പറഞ്ഞു ആരുടെ മരണത്തോട്? സ്നാനത്താൽ. അപ്പൊ സ്നാനപ്പെടണേ. എന്നിട്ട് യേശുവിനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരെ അടക്കിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് പിടികിട്ടിയോ? ഒരുപാട് പേരെ ആൾക്കാരെ വർഷങ്ങളായിട്ട് അടക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ യേശുവിനെ അടക്കി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ
അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കും. ഈ ബോധ്യമാണ് നിങ്ങളുടെ അകത്ത് വരേണ്ടത്. ഈ വെള്ളിയാഴ്ചയുടെ ഈ പ്രഭാതത്തിനകത്ത് നിങ്ങളുടെ അകത്തറിയണം, യേശുവിനോടുകൂടെ ഞാനും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റില്ല, അടുത്ത വർഷം എനിക്ക് ഇതേ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ 40 ദിവസം ഉപവാസം എടുക്കണം, 40 ദിവസം നോയമ്പെടുക്കണം, അതിനുശേഷം ദുഃഖവെള്ളി, ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു യാഗത്താൽ എന്നെ അവൻ വീണ്ടെടുത്തു. അവൻ്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെടുവാൻ എൻ്റെ പാപജട മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. ഇന്ന് അവൻ്റെ നീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ നമ്മുടെ അകത്ത് ഒരു പൂർണ്ണമായ ബോധ്യത്തോടു കൂടി വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഇന്ന് പകലിൽ അറിയണം, യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെട്ടവരും യേശുവിൻ്റെ ആത്മാവിനാൽ ഉയർത്തപ്പെട്ടവരുമാണെങ്കിൽ യേശുവിനൊന്നേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. ഇന്ന് നിങ്ങൾ ഏതെല്ലാം വിഷയത്തിനകത്തുകൂടെ ഭാരപ്പെട്ടു പോയാലും, നിങ്ങൾ പേടിച്ചിരിക്കുന്ന പല വിഷയങ്ങളുടെ മുള്ളിലും അത്ഭുതകരമായ വിടുതലുകൾ ദൈവത്താൽ സംഭവിക്കും. അകത്ത് ആത്മാവിൻ്റെ ധൈര്യവും ദൈവത്തിലൊരു പ്രത്യാശമായി. ഈ ശിഷ്യന്മാരാരെയാ ഭയപ്പെട്ടിരുന്നേ? യഹൂദന്മാരെയാ. ഇവർ വാതിലടച്ച് ഭയത്തോടെ ഇരിക്കുക. ഈ ഭയത്തോടെ ഇരിക്കുന്നവരുടെ മധ്യത്തിൽ യേശു വന്നു. തിരുവഴുത്തിൻ്റെ ഒരു നിവർത്തീകരണം അവിടെ സംഭവിക്കുക. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ട്. ഇവർ ഭയത്തോടു കൂടി ഇരിക്കുക. പുറത്ത് പടയാളികൾ ഇവരെ അന്വേഷിക്കുന്നു, ഗവൺമെൻറ് ഇവരെ അന്വേഷിക്കുന്നു പിടിക്കാൻ. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഇവർ മുറിക്കകത്ത് അനങ്ങാതിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് യേശു പറയുന്നൊരു വാക്ക് പറയുന്നു. ഇവിടെ നോക്കിയേ, അവർ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ദൈവാത്മാവിനകത്തറിയണം, നീ ഇന്ന് ഭാരപ്പെടുന്ന സകല വിഷയത്തിൻ്റെ മുകളിലും യേശു നിനക്ക് സമാധാനം അരുളും. കാരണം പറയുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, യേശു രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് മേടിച്ചാണെങ്കിൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണെങ്കിൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചു, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അകത്തൊരു പ്രത്യാശ നിങ്ങളുടെ അകത്ത് വരണം. അകത്തൊരു പ്രത്യാശയുള്ള ജീവിതം നിങ്ങളുടെ അകത്ത് വരണം. യേശു ക്രിസ്തു മുഖാന്തരം ജയകരമായൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേരുന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു ക്രിസ്തുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുദ്ധാനം ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയണം. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിതാവാൻ ദൈവത്തിൻ്റെ വലതുവശത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്നു, എന്തെല്ലാം പറയും, അതെങ്ങനെ ചെല്ലണം? കൃപാസനത്തിൻ്റെ മുന്നായി കടന്നു ചെല്ലണം. ദൈവത്തിൻ്റെ നീതിയുടെ മുന്നിൽ കടന്നു ചെല്ലണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ കാണും, നിങ്ങൾ കണ്ണുനീരൊഴുക്കിയ വിഷയങ്ങൾ കാണും, മുന്നോട്ട് വഴികൾ അടയപ്പെട്ട നിങ്ങളെ ഉള്ളിൽ തോന്നും. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലറിയാം, ദൈവം വാതിൽ തുറന്നാൽ ഹല്ലേലൂയ എങ്ങനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയ്ക്കകത്ത് വന്നു, ദൈവസഭയ്ക്കകത്ത് വന്നു എന്നുള്ളതല്ല, ദൈവത്തെ എങ്ങനെ രുചിച്ചറിയുന്നവരായി മാറണം. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. വിശ്വസിക്കുന്നോ നിങ്ങളത്? നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ മരണത്തിനോട് അനുരൂപപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും യേശുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന് ഒരു കാര്യം അസാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു നിങ്ങളുടെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വഴികാട്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു തന്നെ സത്യവും ജീവനുമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന് എന്നെ പരിപാലിക്കുന്ന എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു എനിക്ക് വേണ്ടി ഉള്ളതിലുകൊണ്ട് ഞാൻ ഒന്നിനെ ഭയപ്പെടത്തില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം അറിയുക, അവന് കൊടുക്കാനുള്ളത് മുഴുവനും മഹത്വവും അവന് കൊടുത്ത് ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ തലമുറയുടെ നിങ്ങളുടെ അനുഗ്രഹം ദേശത്തിനകത്ത് പ്രസിദ്ധമാകുന്ന പോലെ ദൈവം തമ്പുരാൻ നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ പിന്നോട്ട് ചലിക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചു, നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് പകൽ അറിയണം, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ സ്നാനപ്പെട്ടവനാ, എന്നിട്ടും എൻ്റെ ബ്രദറെ ഇങ്ങനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല കുഞ്ഞെ ബൈബിൾ പറയുന്നത്. റോമാലേഖനം 10-9 വാക്യം പറയാ, യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് നീ ഏറ്റുപറയണം. ഹല്ലേലൂയ. എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്, എന്നെ നടത്തുന്നത് എൻ്റെ യേശു കർത്താവ് എന്ന് വായ കൊണ്ട് പറയണം. സ്നാനപ്പെട്ടെന്നോ ദൈവസഭയുടെ ഭാഗമായെന്നോ പറഞ്ഞാൽ ഒരിക്കൽ ദൈവത്തിൽ നിന്നുള്ള പ്രസൻസ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നിന്റെ മേൽ അനുഭവിക്കത്തില്ല. അനുഭവിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന വാക്യം നോക്കി, 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം പറയുക. എങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കർത്താവ് എന്നുകൊണ്ട് വായ കൊണ്ട് ഏറ്റുപറയുകയും ഈ പരിപാടിയൊക്കെ നടക്കണം. ഒരു ദൈവസഭയിലേക്ക് വന്നു, ദൈവസന്നിധി വന്നു, എന്തെങ്കിലും കേട്ടു, കാട്ടിക്കൂട്ടി ഒന്നും അച്ചായ സ്നാനപ്പെട്ടതായി, എന്നാ മോനും ഒന്ന് സ്നാനപ്പെട്ടേക്കാം, ഒരു പ്രയോജനമില്ല. ചുമ്മാ സ്നാനപ്പെടാവുന്നേ ഉള്ളൂ. അവൻ കുറച്ചുകൂടെ നടക്കുമ്പോൾ വിളയാത്ത മാങ്ങ കച്ചി വെച്ച് പഴുപ്പിച്ചാൽ ഇരിക്കുന്ന എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കത്തേ ഉള്ളൂ, ഒരു നന്മയിലേക്കും വരത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ പറയുന്ന വാക്യം നോക്കി, ഒരു സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ച് പറയുക, ദൈവം അവനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്ന് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കണം. യേശുവിനെ ഉയർത്തിയത് സ്വർഗത്തിലെ ദൈവമാണെന്നോ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ മേൽ പകരപ്പെട്ടത് അവൻ്റെ പരിശുദ്ധാത്മാവാണെന്നും എൻ്റെ അകത്തൊരു ബോധ്യം വേണം. 10-ാമത്തെ വാക്യം പറയും, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഇന്ന് പകൽ പറയാൻ പറ്റുമോ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നീയോ നിന്റെ തലമുറയോ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അറിയണം, യേശു ക്രിസ്തു മരിച്ചെന്ന് പറയുന്നതല്ല, യേശു എൻ്റെ പാപത്തിന് പരിഹാരകനായെന്ന് പറയുന്നതല്ല, യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്നവരാണ്. രക്ഷിക്കപ്പെട്ടവൻ വിളിച്ചു പറയണം, യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ദാവീദ് ഇറങ്ങി തിരിച്ചപ്പോ കർത്തൃത്വം യഹോവയായ ദൈവം പറഞ്ഞു. ഗോലിയാത്തിനെ തകർക്കുവാൻ അവന് കൃപ കൊടുത്തപ്പോ അവൻ ആ രാജ്യത്തിന്റെ രാജാവായി മാറുവാൻ കാരണമായി തീർന്നത് കർത്താവിന്റെ മേൽ കർത്തൃത്വം നടത്തിയതുകൊണ്ട്. പത്രോസിന്റെ മേൽ കർത്താവ് കർത്തൃത്വം നടത്തിയപ്പോ, യേശു കർത്തൃത്വം നടത്തിയപ്പോ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നവൻ തുള്ളിച്ചാടി ആരാധിക്കുവാൻ കാരണമായതിന്റെ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം അറിയണം, വിടുതൽ താമസിച്ചു പോകുന്നുണ്ടോ, അത്ഭുതം താമസിച്ചു പോകുന്നുണ്ടോ, വഴികൾ തുറക്കപ്പെടാൻ പോകുന്നുണ്ടോ? കാരണം നീ തന്നെയാ. എന്നതാ കാരണം? യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കാൻ റെഡിയാകണം. എങ്ങനെ വിശ്വസിക്കണം എന്ന് അവിടെ പറഞ്ഞത്, യേശുവിനെ കർത്താവ് എന്നാണ് വായ കൊണ്ട് ഏറ്റു പറയണം. പിടികിട്ടിയോ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയും. ദൈവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്ട് ഏതാണ്ട് ചെയ്താണെന്ന് പറയാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ഇവിടെ വിശ്വസിക്കണം, മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവിടെ വെറുതെ നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഇന്ന് എന്നാ പറഞ്ഞേക്കുന്നത്? പോയില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവെഴുത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഞാൻ പറഞ്ഞത്. തിരുവെഴുത്തിൻ പ്രകാരം യേശു മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തിൻ പ്രകാരം
പിതാവാം ദൈവത്തിൻ്റെ വലത്ത് വശത്ത് പുത്രൻ തമ്പുരാന് തിരുവെഴുത്തിൻ പ്രകാരം പോയ പോലെ അവന് മടങ്ങി വരും. തിരുവെഴുത്തിൻ പ്രകാരം എന്നെ ചേർക്കാൻ വേണ്ടി വരും. ആമേ. ഇവിടെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവനെ കുറിച്ച്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന തിരുവെഴുത്തിൽ പറയുന്നുവല്ലോ. തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിൽ വിശ്വസിച്ച നീയും നിന്റെ കുടുംബം ലജ്ജിക്കത്തില്ലെന്ന്. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കാൻ റെഡിയായോ? യേശുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം അനുവദിക്കുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? നീയോ നിന്റെ കുടുംബമോ തകർന്നു പോവാൻ ആമി കാൽവറി ക്രൂശിലെ രക്തത്താൽ ആമി. അതിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, അടുത്ത വാക്യം പറയാ, യഹൂദനെന്ന് യവനരെന്ന് വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം. ഹലോ, എന്തേ വിളിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല? എന്തേ ഉപവസിച്ചിട്ട് അങ്ങോട്ട് പ്രതിഫലം വരുന്നില്ല? എന്തേ വഴികൾ തുറക്കുന്നില്ല? പക്ഷെ മുന്നേ ഒരു വാക്ക് കിടപ്പുണ്ട്, യേശു എൻ്റെ കർത്താവാകണം, യേശുവിൻ്റെ കർത്താവാകണം. ഇന്ന് പകലിൽ പറയണം, ആത്മാവിൻ്റെ ശക്തി നീ നടക്കണമെങ്കിൽ ആമേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനറിയാം ആരാൽ? ക്രിസ്തുവിനാൽ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ യേശുവിനെ എൻ്റെ കർത്താവെന്ന് എങ്ങനെ പറയണം? വായ് കൊണ്ട് പറയണം. ഇന്ന് പകൽക്കാൽ എന്നിട്ട് പറയുക, വിളിച്ച പരീക്ഷ ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനല്ലോ. 13-ാമത്തെ വാക്യം, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെയും കൊണ്ടുവന്നോണം യേശുവിനെ കർത്താവെന്ന്. വേറെ ആരും നിൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കല്ലേ. എല്ലാറ്റിനേക്കാൾ വലുത് യേശുവിനെ കാണണം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഒക്കെ എന്ത് ചെയ്യണം? അനുഭവിക്കുന്നവന്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുമ്പോൾ എവിടെ വിശ്വസിക്കണം? ഇവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഏതെങ്കിലും പൊട്ടച്ചൊല്ല് കേൾക്കുമ്പോഴാണ് നമ്മൾ വീണു പോകുന്നത്. ഏതെങ്കിലും നമ്മുടെ യേശുവിൻ്റെ നാമം പറഞ്ഞ അനേകർ വരും നിന്നെ തെറ്റിക്കാൻ. ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ, അനേകർ തെറ്റിക്കുക. ആ തെറ്റിക്കുന്ന ഇന്ന് കേട്ടോണ്ടിരിക്കുക. അനേകർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു. യേശുവിൻ്റെ നാമം പറഞ്ഞ് എത്രയോ വലിയ കപടതകളായി ഭൂമി നടന്നുകൊണ്ടിരിക്കുന്നത്. പേര് വിളിച്ചു പറയുന്നു, അത് വിളിച്ചു പറയുന്നു, എല്ലാം പറയും, പിന്നീടുള്ള ഒന്നുമില്ല. ഇതെല്ലാം വിവേചിക്കേണ്ട കാലം നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. യേശുവിനെ കർത്താവെന്ന് ഒരുവൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അടുത്ത വാക്യം നീ എഴുതി വെച്ചോ, നീയോ നിൻ്റെ കുടുംബം ലജ്ജിച്ചു പോകത്തില്ല. അവൻ വഴികളെ തുറക്കുന്നവനാ, അവൻ പുതുവഴികളെ തുറക്കുന്നവനാ. എവിടെയാ നിൻ്റെ കുറവിനെ അതിനെ തിരുത്താൻ റെഡിയാകണം. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കാനുള്ള പുകഴ്ച കൊടുക്കാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകല്ല, ദൈവത്തോട് അടുത്ത് നിൽക്കണം. റബ്ബർ വുഡിനോട് ചേർന്ന് ബഡൊട്ടിക്കുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നീ ഫലത്തിൽ വരും. ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. എല്ലാറ്റിനേക്കാൾ മുഖ്യം ദൈവത്തിന് കൊടുക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. ആമയും ഉപവസിക്കാൻ തയ്യാറാകുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ ആരെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം? വിശ്വസ്തരെന്ന് വെളിപ്പെടുത്തണം. 1 കൊരിന്ത്യർ പറയുക, നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, കാൽവറി ക്രൂശിൽ യേശു മരിക്കുന്നത് പിതാവിൻ്റെ വിശ്വസ്തതയിലാണ്.
തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ വിശ്വസ്തതയായിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് മൂന്നാം ദിവസം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പിതാവിൻ്റെ വലത്തുവശത്ത് പുത്രൻ തമ്പുരാനെ ഇരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. തത്സമയത്തെ കരുണയ്ക്ക് വേണ്ടി നീ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് അവൻ്റെ വിശ്വസ്തതയാ. ഇന്ന് ഈ ദിവസം ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നിങ്ങൾ അറിയണം, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? സ്നാനപ്പെട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, കയ്യടിയും എല്ലാം അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? യഥാർത്ഥത്തിൽ ഒരു രക്ഷ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ ശബ്ദം കേട്ട അറിയ ബോണകെ, നീ രക്ഷിക്കപ്പെട്ടവനാണോ? ദൈവനോട് ചോദിച്ചതാ. ഒരു ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചോദിച്ചാൽ, നീ രക്ഷിക്കപ്പെട്ടവനാണോ? ഞാൻ ദൈവത്തോട് ഒത്തിരി കാര്യം പറഞ്ഞു. കർത്താവ് അങ്ങയുടെ നാമത്തിൽ പ്രവചിക്കുന്നവനാ. വീണ്ടും കർത്താവിനോട് ചോദിച്ചാൽ, നീ രക്ഷിക്കപ്പെട്ടവനാണോ? ഞാൻ പറഞ്ഞ അന്യഭാഷകളിൽ ഞാൻ ആരാധിക്കുന്നവനാ, മണിക്കൂറുകൾ ആരാധിക്കും. വീണ്ടും ആ ദൈവ ശബ്ദം കേട്ടു, നീ രക്ഷിക്കപ്പെട്ടവനാണോ? കർത്താവ് നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, നീ രക്ഷിക്കപ്പെട്ടവനാണോ കുഞ്ഞ്? നീ രക്ഷിക്കപ്പെട്ടവനാണോ? പല പ്രാവശ്യം ചോദിക്കുമ്പോൾ ഞാൻ നെടുമ്പാട് ദൈവസന്നിധി വിളിച്ചു, അപ്പ എന്നെ അറിയുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ, എന്നെ മുഴുവനായി അറിയുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങയ്ക്ക് മാത്രമേ എന്നെ അറിയാത്തുള്ളൂ, എൻ്റെ ചിന്തകളും എൻ്റെ വിചിന്തനം ചെയ്യുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല. എല്ലാം നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. നീ ദൈവസന്നിധിയിൽ ഈ വെള്ളിയാഴ്ചയുടെ ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവസന്നിധി വിശ്വസ്തനെന്ന് പറയാൻ, നിൻ്റെ വാക്കും നിൻ്റെ പ്രവൃത്തിയും ദൈവത്തിന് അനുകൂലമാണെന്ന് വരികിൽ ഈ ഗുഡ് ഫ്രൈഡേ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറും. യേശുവിനെ രുചിച്ചറിയുന്നവരും, ഞാൻ എപ്പോഴും പറയും, ഒരു അനുതാപമുള്ള ഹൃദയം നിങ്ങളുടെ അകത്ത് വേണം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുത്തു പോവല്ലേ. അതുകൊണ്ട് യേശുവർ വാങ്ങുന്നതിനേക്കാൾ നല്ല കൊടുക്കുന്നത് നല്ലത്. നിത്യമായൊരു സ്വർഗത്തിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചതാണെങ്കിൽ യേശു കർത്താവാണോ, കർത്തൃത്വം വേറെ ആരിൽ നടത്തുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്തോണം. ദൈവഹിഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. ദൈവ ശബ്ദം കേട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വെള്ളിയാഴ്ച ഒരനുഭവമായി മാറണം. കാൽവറി ക്രൂശിൽ യേശുവിനെ കുറിച്ച് ഞാനത് പറഞ്ഞു കൊണ്ടുവന്നു. ഞാനത് പറയാൻ ആഗ്രഹിച്ച മെസ്സേജുമല്ല, ഞാൻ പറയാനെടുത്ത വേറൊരു മെസ്സേജായി. യേശു ആരെന്ന് വെളിപ്പെടുത്താനായിരുന്നേ, അതെടുക്കാൻ തന്നെ ഇരുന്നേ, അതെടുക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറയാൻ ദൈവാത്മാവ് തോന്നിച്ചു. എന്നോട് കർത്താവ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നീ അവരോട് ഇത്രേ ചോദിക്കാവുള്ളൂ, നിങ്ങളുടെ കർത്തൃത്വം നടത്തുന്നത് ഞാനാണോ വേറെ? ഇങ്ങനെ ചോദിക്കാനാണ് എന്നോട് പറഞ്ഞത്. അതിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി വചനങ്ങൾ എടുത്തതേ ഉള്ളൂ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കർത്താവെന്ന് വിശ്വാസത്തിനകത്ത് ഒന്ന് ഉറച്ചപ്പോൾ, അകത്ത് വിശ്വാസത്തിൽ ഒന്ന് ഉറച്ചപ്പോൾ സകലതും ഞാൻ വിട്ടു. ഞായറാഴ്ച ദിവസം ഷോപ്പ് തുറങ്ങാണ്, ലാഭമുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞു. യേശു കരുതിക്കോളും. ഇന്ന് പകലറിയണം, കരുതുന്ന ഒരു നല്ല കർത്താവിനെ തിരിച്ചറിയണം. എല്ലാം മാറ്റിവെച്ച് ഇന്ന് എത്ര പേര് പറയും, ഏത് സാഹചര്യങ്ങൾ എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കും. ചിലപ്പോൾ എന്നെ മാറ്റി നിർത്തിയെന്ന് വരും. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞ മൂവാറ്റുപുഴക്കാരൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞ, പ്രായമായി നിൽക്കുന്ന സഹോദരിമാരുണ്ട്. അവൻ സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യൻ, വിദേശത്ത് പോകാനുണ്ട്, ഇൻ്റർവ്യൂവിന് പോകേണ്ട ഒരു ഞായറാഴ്ച ദിവസമാണ്.
രാവിലെ തലേദിവസം പ്രാർത്ഥന നടത്തിയെന്നോ ദൈവദാസം പ്രാർത്ഥിച്ചോട്ട് മനെ പോയി വാ, അവനോടത്തെ ഓർഗൻ വായിക്കുന്ന പയ്യനാണ്. രാവിലെ ഒരുങ്ങിയിറങ്ങി ആലയത്തിൻ്റെ മുന്നേ കൂടെ നടന്നു പോകേണ്ടി വന്നപ്പോൾ ആലയത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഇവൻ്റെ ഹൃദയത്തിന് അതൊരു വലിയ പ്രയാസം. ആരാധന ഒഴിവാക്കിയിട്ടാണല്ലോ ഞാനിതിന് പോകുന്നത്. എൻ്റെ ദൈവത്തിന് ശ്രേഷ്ഠമായിട്ട് കരുതുവാൻ അറിയാം. വിശ്വസിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് അവസാനം തിരിച്ചു വന്ന് ആലയത്തിനകത്ത് കയറി. ദേവദാസൻ നോക്കുമ്പോൾ കസേരയൊക്കെ തൂത്ത് വൃത്തിയാക്കി എല്ലാം ഇടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഓർഗൻ്റെ മുന്നേ വന്നു വർഷിപ്പിന് നിൽക്കാൻ തുടങ്ങി. അപ്പനും അമ്മയും സഹോദരങ്ങളും ആലയത്തിൽ വരുമ്പോൾ ഇവൻ ഓർഗൻ വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൻ ഇറങ്ങി അങ്ങ് പോയി. അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രതീക്ഷയുള്ള മകൻ വീട്ടിൽ പോയി കഴിഞ്ഞ് ആരും ഇവനോട് സംസാരിക്കാത്തതുമില്ല. ചോദിച്ചപ്പോൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ആരാധന വിട്ടെറിഞ്ഞിട്ട് എനിക്ക് പോകാൻ മനസ്സ് തോന്നിയില്ല. ഇത്രത്തോളം നടത്തിയത് ദൈവമല്ലേ, എങ്ങനെ ഒഴിവാക്കിപ്പോവും? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുവാൻ കാരണമായി തീർന്നത്. ഈ കുഞ്ഞെല്ലാം പറഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. ആത്മാവ് ഒരു ദിവസം വെളിപ്പെടുത്തി ആ സമയം നിൻ്റെ ജീവിതം മാറുമെന്ന് പറഞ്ഞു. അതേ ദിവസം തന്നെ അവന് ഒരു ഇൻ്റർവ്യൂവിന് കടന്നുപോയി. അവന് വിദേശ ജോലിക്ക് പോകുമ്പോൾ അവനെ അന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ശമ്പളത്തിൽ അവൻ വിദേശ രാജ്യത്തിലേക്ക് കടന്നുപോയി. ഇന്ന് പകൽ അറിയണം, ദൈവസന്നിധി വിശ്വസ്തനാണെങ്കിൽ അവൻ വഴിയും വാതിലും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മുടെ വിശ്വസ്തതയെ നമ്മൾ വെളിപ്പെടുത്തണം. അതുകൊണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ടത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുന്നവരും മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർത്തിയ അതേ ആത്മാവ് എന്നെ ഉയർത്തിയെന്ന് എൻ്റെ അകത്ത് വിശ്വസിക്കാൻ റെഡിയാകണം. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല എന്ന് ദൈവവചനം പറയുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നവരാകണം. ഇന്നുപോലെ എത്ര പേരെല്ലാം കണ്ടൊന്ന് അടച്ചേ, ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വളരെ സാവധാനം ഈ വചനം പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ കാരണം